പ്രേക്ഷകരെ നമുക്കൊന്ന് കോഴിക്കോട്ടേക്ക് പോകാം. വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ഇപ്പോൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട MT. ഹൃദയസ്തംഭനം സംഭവിച്ചതായി ഇന്നലെ 11 മണിക്ക് ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ വ്യക്തമാക്കിയിരുന്നു. ആശുപത്രിയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോഴും MT. ശ്വാസതടസ്സത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഓക്സിജൻ മാസ്കിന്റെയും മറ്റും സഹായത്തോടെ MT ICUവിൽ തുടരുകയാണ്. ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. വിവരങ്ങളുമായി സാനിയോ മനോമി ചേരുന്നു. സാനിയോ, വെരി ഗുഡ് മോർണിംഗ്. കേരളം ഒന്നാകെ അന്വേഷിക്കുന്നത് MTയുടെ ആരോഗ്യനിലയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് സാനിയോയിൽ തുടങ്ങാം എന്ന് കരുതിയത്. സാനിയോ, നമ്മുടെ പ്രിയപ്പെട്ട MTക്ക് എങ്ങനെയുണ്ട്? ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ എന്തെങ്കിലും സൂചനകളും പ്രതീക്ഷകളും നൽകുന്നുണ്ടോ സാനിയോ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഏറ്റവും ഒടുവിലും മെഡിക്കൽ ബുള്ളറ്റിൻ വന്നപ്പോൾ പറഞ്ഞത് രാവിലത്തെ അതേ കണ്ടീഷൻ, അതേ ആരോഗ്യാവസ്ഥ തന്നെയാണ് വൈകുന്നേരവും തുടരുന്നത് എന്നുള്ളതാണ്. ഏതായാലും എല്ലാവരും, അതായത് സാഹിത്യലോകവും MTയുടെ ആരാധകരും എല്ലാവരും കാത്തിരിക്കുകയാണ്. മലയാളക്കാരെന്ന് പറയുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. രാജ്യം ഒന്നാകെ കാത്തിരിക്കുന്നത് തന്നെയായിരിക്കണം MTയുടെ ആരോഗ്യാവസ്ഥ മികച്ചതായി തിരിച്ചു വരാൻ വേണ്ടിയുള്ളത്. അതായത് കഴിഞ്ഞ 15-ാം തീയതിയാണ് MTയെ ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം സ്ഥിതി ഗുരുതരമാവുകയായിരുന്നു. ശേഷം ഇന്നലെ മുതൽ കഴിഞ്ഞ ദിവസം മുതലൊക്കെ ഓക്സിജൻ മാസ്കും മറ്റും ഉപയോഗിച്ചാണ് ജീവൻ നിലനിർത്തിയിരുന്നത് എന്നാണ് ഇന്നലെ രാവിലെ വന്ന ഈ ഒരു റിപ്പോർട്ടിൽ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നുണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും മെഡിക്കൽ ബുള്ളറ്റിൻ വന്നപ്പോൾ രാവിലത്തെ അതേ കണ്ടീഷൻ തുടരുകയാണെന്നും ഡോക്ടർമാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ആവശ്യമായ എല്ലാ ചികിത്സയും MTക്ക് കൊടുക്കുന്നുണ്ട് എന്നുമാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ശേഷം മന്ത്രിമാരടക്കമുള്ള ആളുകൾ, AK ശശീന്ദ്രനും അതുപോലെ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ അവിടെ സന്ദർശിച്ചിരുന്നു. ഹരിഹരൻ പോലെ സിനിമാ രംഗത്തു നിന്നുള്ള ആളുകളും സന്ദർശിച്ചിരുന്നു. അവരെല്ലാവരും സംസാരിച്ചപ്പോഴും പറഞ്ഞത് MTയെ കാണാൻ കഴിഞ്ഞു, ശ്വാസോച്ഛ്വാസമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ എല്ലാവരും വിളിച്ചു, പക്ഷെ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും അതൊക്കെ നല്ല സൂചനകളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കാരണം പൾസ് അടക്കം വലിയ കുഴപ്പമില്ലാതെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. അത് നല്ല സൂചനകളായിരിക്കും. മുൻപും MT ഇതുപോലെ അതീവ ഗുരുതരാവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിലാണ് ആരാധകരും അതുപോലെ സാഹിത്യ ലോകവും. അരുൺ, തീർച്ചയായിട്ടും സാനിയോ, നമുക്കെല്ലാം കാത്തിരിക്കാം. ഒരിക്കൽ കൂടി